പാലക്കാട്ട് BJPയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ഓമനക്കുട്ടൻ നമുക്കൊപ്പം ചേരുകയാണ്. AK ഓമനക്കുട്ടൻ. ശ്രീ AK ഓമനക്കുട്ടൻ, ഇവിടെ ഈ പുൽക്കൂട് തകർക്കുന്നത് അത് BJPക്ക് തന്നെ വലിയ ക്ഷീണമുണ്ടാക്കുന്ന ഒരു വിഷയമായി മാറിക്കഴിഞ്ഞത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമല്ലോ. ഒരു ഭാഗത്ത് ക്രൈസ്തവരോട് അടുക്കാൻ ശ്രമിക്കുന്നു, ഭവന സന്ദർശനമടക്കം താങ്കളുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനടക്കം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഈ തത്തമ്പിള്ളിയിലുണ്ടായ അനിഷ്ട സംഭവം, ആ പുൽക്കൂട് തകർത്തത് VHPക്കാരാണ്. അവർ 3 പേർ ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നു. എങ്ങനെയാണ് ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയുന്നത്? മാഡം, ഈ 3 പേര് റിമാൻഡിലിരിക്കുന്നത് നല്ലേപ്പള്ളി സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അത് ഈ പുൽക്കൂട് തകർത്തതുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല. പുൽക്കൂട് തകർത്ത സംഭവം തത്തമംഗലത്താണ് ഉണ്ടായിരിക്കുന്നത്. തത്തമംഗലത്തിലെ സംഭവത്തിലെ BJP ശക്തമായിട്ട് ആ സംഭവത്തെ അപലപിക്കുകയാണ്. BJPക്കോ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കോ അതിൽ ഒരു ബന്ധവുമില്ല. പക്ഷേ ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മുടെ മന്ത്രി സംസാരിക്കുന്ന സമയത്ത് ഇത് BJPക്കും അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനത്തിനും ബന്ധമുണ്ട് എന്ന തലത്തിലാണ് സംസാരിച്ചത്. അതിനെതിരെ BJP ശക്തമായി പ്രതിഷേധിക്കുകയാണ്. ഇന്ന് അതിനെതിരായിട്ടുള്ള പ്രതിഷേധ സമരങ്ങൾ ആ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീ ഓമനക്കുട്ടൻ, താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തത്തമംഗലത്ത് പുൽക്കൂട് തകർക്കുന്നു, അതിനു മുൻപ് ക്രിസ്മസ് ആഘോഷം തടസ്സപ്പെടുത്തുന്നു. അതിലാണല്ലോ തുടക്കം. ആ ആഘോഷങ്ങൾ തടസ്സപ്പെടുത്തുന്നതിനായി താങ്കളുടെ പാർട്ടിയുമായി ചേർന്ന് നിൽക്കുന്ന പോഷക സംഘടനയിൽപ്പെട്ട ആളുകൾ പോകുന്നത് പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കുമെന്നുള്ളത് അറിഞ്ഞുകൂടി അവർക്കെതിരെ നടപടിയെടുത്തോ? തീർച്ചയായിട്ടും BJP ശക്തമായി അപലപിക്കുകയാണ്. പക്ഷേ അവിടെ പോവേണ്ടതായിരുന്നില്ല എന്നതാണ്. പക്ഷെ ഇവിടെ കേസിനാസ്പദമായിട്ടുള്ളൊരു സംഭവം, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അത് ഇടതുപക്ഷ സംഘടനകളും അവിടെയുള്ള PTA പ്രസിഡന്റ്, ഇടതുപക്ഷ മുൻ വാർഡ് മെമ്പറായിട്ടുള്ള PTA പ്രസിഡന്റും കൂടെ ചേർന്ന് ആസൂത്രണം ചെയ്ത ഒരു പരിപാടിയാണ് അവിടെ നടന്നത്. കാരണം ഇവർ പോയി കാര്യങ്ങൾ അന്വേഷിച്ചു എന്നല്ലാതെ അവിടെ തർക്കങ്ങൾ ഉണ്ടായിട്ടില്ല. ആ കാര്യങ്ങൾ അന്വേഷിച്ച ശേഷം ഇവർ തിരിച്ച് നല്ല രീതിയിലാണ് തിരിച്ചു വന്നത്. കരോൾ നടക്കുമ്പോൾ എന്താണ് ഇത്ര അന്വേഷിക്കാനുള്ളത്? അല്ലല്ല, അതെ കുറെ കുട്ടികൾ പുറത്തു നടന്ന് വെയിലിൽ പോയിട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ പോകുന്നത്. ആ പോയതിനോട് BJP ന്യായീകരിക്കുന്നേ ഇല്ല. ഒരു കാരണവശാലും അങ്ങനെ പോവേണ്ടതല്ല തന്നെയാണ് BJPയുടെ നിലപാട്. പക്ഷെ അവിടെ ഞാൻ പറഞ്ഞു വന്നത്, ഈ കേസിനാസ്പദമായിട്ട് കേസ് പറയുന്നത് പോലുള്ള സംഭവങ്ങൾ നടന്നിട്ടില്ല. അവിടെ സംസാരിച്ച് അവർ തിരിച്ചു വന്ന ശേഷം അതിനുശേഷമാണ് ഈ ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിൽ കേസ് കൊടുക്കുന്നത്. അങ്ങനെയൊരു കേസ് ഉണ്ടായത്. അതാണ് ഞങ്ങൾ പറഞ്ഞത്, ഇടതുപക്ഷ അധ്യാപക സംഘടനയും അവിടെയുള്ള ഇടതുപക്ഷ നേതാക്കന്മാരും ചേർന്ന് ഒരുക്കിയ ഒരു ഗൂഢാലോചനയാണ് എന്ന് BJP ആരോപിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സംഭവങ്ങൾ അല്ലെങ്കിൽ അതിൽ ഉൾപ്പെട്ട വ്യക്തികളെ തള്ളി പറഞ്ഞുകൊണ്ട് നിങ്ങളാരും എന്തുകൊണ്ട് ആദ്യഘട്ടത്തിലെ രംഗത്ത് വന്നില്ല? ഇവർ ചെയ്തത് അത് പാർട്ടിയുടെ നിലപാടല്ല എന്ന് പറഞ്ഞില്ല? തീർച്ചയായിട്ടും പറഞ്ഞല്ലോ. കഴിഞ്ഞ ദിവസം BJPയുടെ നിലപാട് കൃത്യമായി പറഞ്ഞു. ആ വിദ്യാലയത്തിലേക്ക് പോയത് തെറ്റാണ് എന്ന് BJP കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ക്രിസ്മസ് ആഘോഷങ്ങൾ തടസ്സപ്പെടുത്തുന്നത് താങ്കളുടെ പാർട്ടിയുടെ നയമല്ല? തീർച്ചയായിട്ടല്ല, ഒരു കാരണവശാലല്ല. ഇത് ആസൂത്രണം ഇവിടെയുള്ള ക്രൈസ്തവർ മുഴുവൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി ചിന്തിക്കാൻ തുടങ്ങി എന്നുള്ള വെപ്രാളം, ആ വെപ്രാളം ഇടതുപക്ഷത്തിനുണ്ട്, അതുപോലെ തന്നെ UDFനുമുണ്ട്. ആ വെപ്രാളത്തിന്റെ ഒരു ഭാഗമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് പ്രതിഷേധത്തിലേക്ക് കടക്കുകയുമാണ്. തീർച്ചയായിട്ടും ഇത് ഈ തത്തമംഗലത്ത് നടന്ന പുൽക്കൂട് തകർത്ത ആളുകളെ പിടിക്കുന്നത് വരെ ഭാരതീയ ജനതാ പാർട്ടി സമരത്തിലായിരിക്കും. ഈ മന്ത്രിയുടെ പ്രസ്താവന ദുരുദ്ദേശപരമാണ്, വർഗീയ സംഘർഷം സൃഷ്ടിക്കലാണ് ഈ കൃഷ്ണൻകുട്ടിയുടെ ഉദ്ദേശമെന്നാണ് BJP സംശയിക്കുന്നത്. ഓക്കെ, വളരെ നന്ദി ശ്രീ AK ഓമനക്കുട്ടൻ. BJP പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് നമുക്കൊപ്പം ചേർന്നത്.